ദക്ഷിണ ഇറാനിലെ ഷാഹിദ് രാജി തുറമുഖത്ത് വൻ സ്ഫോടനം, 400-ലേറെ പേർക്ക് പരുക്കേറ്റതായാണ് റിപ്പോർട്ട്. ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെയ്നർ പോർട്ടാണിത്. രക്ഷാപ്രവർത്തനം തുടങ്ങിയതായി ഇറാൻ അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് ലാൽ കൃഷ്ണൻ വിശദാംശങ്ങളുമായുണ്ട്. ലാൽ, ഇത് ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ഇതിലേറ്റവും വലിയൊരു തുറമുഖത്ത് കണ്ടെയ്നർ പോർട്ടിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെയ്നർ പോർട്ടിൽ ഇത്ര വലിയൊരു സ്ഫോടനം ഉണ്ടാകുന്നു. അതിലെന്താണ് പ്രാഥമികമായി വരുന്ന വിവരങ്ങൾ? ഇറാൻ നിലവിലൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഉച്ചയോട് കൂടിയിട്ടാണ് ഇത്തരമൊരു സ്ഫോടനത്തിൻ്റെ വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. പക്ഷേ സ്ഫോടനത്തിൻ്റെ തീവ്രതയെക്കുറിച്ചോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യഘട്ടത്തിലുള്ള വിവരങ്ങളോ ഒന്നും തന്നെ ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് നടന്ന വിദഗ്ധമായ അന്വേഷണത്തിലും മറ്റു കാര്യങ്ങളുമാണ് 400-ലേറെ പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നത്. ഇപ്പോഴും പരിക്കേറ്റവരെ കൃത്യമായൊരു എണ്ണം കണ്ടെത്താനോ അല്ലെങ്കിൽ അവർ ആരൊക്കെയാണ് എന്ന് തിരിച്ചറിയുന്ന രീതിയിലേക്കോ കാര്യങ്ങൾ മാറിയിട്ടില്ല. അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് രാജ്യത്തെ തന്നെ വലിയ തുറമുഖം ആണ് എന്നുള്ളത് തന്നെയാണ്. പോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രാജ്യത്തെ എണ്ണ വ്യവസായം കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ അപകടത്തിൻ്റെ സാധ്യത ഏത് രീതിയിലാണ്, അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന കാര്യത്തിലെല്ലാം വിദഗ്ധമായൊരു പരിശോധന നടന്നു വരുന്നതേ ഉള്ളൂ. അതിന് പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിട്ടുണ്ട്. നിലവിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് പരിക്കേറ്റവരെ കണ്ടെത്താനും അവരെ കൂടുതൽ അവിടെ നിന്ന് മാറ്റാനുമുള്ള ശ്രമങ്ങൾക്ക് ഊന്നൽ നൽകുക എന്നുള്ളതാണ്. 400-ൽ ആ സംഖ്യ ഒതുങ്ങില്ല എന്നുള്ളത് ഇറാൻ തന്നെ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു അപകടം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അപകടമുണ്ടായത് എന്നതാണ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. അതേസമയം എണ്ണ വ്യവസായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒന്നിലും തന്നെ യാതൊരുവിധ വീഴ്ചകളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന കാര്യം കൂടി ഇറാൻ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അപകടത്തിൻ്റെ സാധ്യത ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യത കണക്കുകൂട്ടുന്നുണ്ട്. കാരണം വലിയ പ്രകമ്പനം ഉണ്ടായതായാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ പരിസരത്തുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഇതിലിപ്പോൾ എത്ര പേർക്കാണ് പരുക്കേറ്റത്? അതിൽ എന്താണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം, ലാൽകൃഷ്ണൻ? ഏറ്റവും അവസാനം കിട്ടിയ വിവരം അനുസരിച്ച് 400-ലേറെ പേർക്ക് എന്നുള്ളത് മാത്രമാണ്. അതും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. പ്രധാനമായിട്ടും ഇവിടേക്കുള്ള വാർത്താവിനിമയ സംവിധാനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. തലസ്ഥാന നഗരത്തിൽ നിന്ന് ഏകദേശം 1000 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്ന പ്രദേശം. വാർത്താമാധ്യമങ്ങൾക്കും മറ്റും അവിടേക്ക് എത്തിപ്പെടുന്നതിന് ചെറിയ താമസമുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ പോലും വളരെ വൈകിയാണ് പ്രധാനപ്പെട്ട തലസ്ഥാന നഗരിയിലോ അല്ലെങ്കിൽ മറ്റ് നഗരങ്ങളിലേക്ക് എത്തുന്നത്. 400 പേർക്ക് പരിക്കേറ്റു എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ ഭരണകൂടം തന്നെ പറയുന്നുണ്ട് അതിൽ സംഖ്യ ഒതുങ്ങില്ല, അതിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. പക്ഷേ ഇതുവരെ ആരും മരണപ്പെട്ടതായിട്ടോ മറ്റോ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. പക്ഷേ വലിയ രീതിയിലുള്ള സ്ഫോടനമായിരുന്നു എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ വലിയ പ്രകമ്പനം ഉണ്ടായി എന്ന് പറയുന്നതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ആദ്യഘട്ടത്തിലുള്ള വിവരങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഇതിൽ ഒട്ടേറെ കണ്ടെയ്നറുകൾ ഒരുമിച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്ന തരത്തിലേക്കൊക്കെ വിവരങ്ങൾ വരുന്നുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് എന്താണ് ഏറ്റവും ഒടുവിലായി ലഭിച്ച വിശദാംശം? അനുജ, ഇത് ആദ്യം പറഞ്ഞ പോലെ ഇത് വലിയ രീതിയിലുള്ള പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു സ്ഫോടനമായിരുന്നു. വലിയ രീതിയിലുള്ളൊരു തുറമുഖമാണ്. വലിയ സ്ഫോടനം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. 400-ലേറെ പരിക്ക് പറ്റിയെന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു തീവ്രതയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ തന്നെ കഴിയും. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രാഥമിക പരിഗണന അവിടെയുള്ള ആളുകളെ സുരക്ഷിതമായി മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുക, പരിക്കേറ്റവർക്ക് പ്രാഥമിക ചികിത്സ നൽകുക, അതോടൊപ്പം തീ മറ്റിടങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഇതൊരു അക്രമമാണോ എന്ന രീതിയിൽ തന്നെ ഭരണകൂടം സംശയിച്ചിരുന്നു. എന്നിരുന്നാൽ പോലും അത് ഏത് രീതിയിലാണെന്നറിയില്ല. എന്നാലും കണ്ടെയ്നർ പൊട്ടിത്തെറിച്ചതാണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിനാണ് നിലവിൽ ഭരണകൂടം തയ്യാറെടുക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് കണ്ടെയ്നർ പൊട്ടിത്തെറിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്, അതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതെല്ലാം രഹസ്യാന്വേഷണ ഏജൻസിയോടക്കം അന്വേഷിക്കാൻ വൈസ് പ്രസിഡന്റ് ഇതിനോടകം തന്നെ ഉത്തരവിട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഒരു ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനം മറ്റൊരു കോണിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ ഈ കറുത്ത പുക അത് വ്യാപകമായി തന്നെ ഉണ്ട് എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ അത് എന്താണ് പിന്നീട് അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന അതിൻ്റെ പ്രത്യാഘാതം എന്താണ് എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ കുറച്ച് സമയങ്ങൾ കഴിയുമ്പോഴാകും അത് അറിയാൻ കഴിയുക. മറ്റിടങ്ങളിലേക്കൊക്കെ അത് വ്യാപിക്കുന്നുണ്ടോ എന്നത് ഉൾപ്പെടെ പ്രധാനപ്പെട്ടതല്ലേ ലാൽകൃഷ്ണൻ? തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ തന്നെ എണ്ണ വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു പോർട്ടാണിത്. രാജ്യത്തു നിന്ന് മറ്റിടങ്ങളിലേക്ക് എണ്ണയുമായി ബന്ധപ്പെട്ടുള്ള വ്യവസായങ്ങൾക്ക് പ്രധാനമായും ആശ്രയിക്കുന്ന ഒരു പോർട്ട് കൂടിയാണ്. ഇതൊരു പോർട്ട് എന്ന രീതിയിൽ മാത്രമല്ല മറ്റൊരുപാട് പോർട്ടുകളുമായിട്ട് സഹകരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുക എന്നതിനോടൊപ്പം തന്നെ എണ്ണ വ്യവസായത്തെയും അല്ലെങ്കിൽ എണ്ണക്കുഴലുകളെയും ഏത് രീതിയിൽ ബാധിക്കുമെന്നൊരു ആശങ്ക കൂടി ഭരണകൂടം
ഭരണകൂടത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പ്രശ്നം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്, ഇതിൻ്റെ തീവ്രത വർദ്ധിക്കാതിരിക്കുക, തീ പടരുന്നത് തടയുക എന്നുള്ളതാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കറുത്ത രീതിയിലുള്ള വലിയ പുക എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ എണ്ണ വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പോർട്ട് ആയതുകൊണ്ട് തന്നെ ഇത് മറ്റിടങ്ങളിലേക്ക് പടരാനോ അല്ലെങ്കിൽ വ്യവസായ മേഖലയെ ബാധിക്കാനുള്ള സാധ്യതയും ഭരണകൂടം തള്ളിക്കളയുന്നില്ല. എന്നിരുന്നാൽ പോലും മറ്റു പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ഇത് പരിഹരിക്കപ്പെടുക എന്നുള്ള രീതിയിൽ അതിന് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ഷാഹിദ് രാജയിലെ നിലവിലെ സ്ഫോടനത്തെ ഗവൺമെൻറ്, അവിടുത്തെ ഇറാൻ ഭരണകൂടം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദക്ഷിണ ഇറാനിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതെ, ദക്ഷിണ ഇറാനിലെ ഷാഹിദ് രാജി തുറമുഖത്താണ് വലിയ സ്ഫോടനമുണ്ടായത്. നിലവിൽ 400-ലേറെ പേർക്ക് പരുക്കേറ്റിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ട്. ഒട്ടേറെ കണ്ടെയ്നറുകൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്ന വിശദാംശമൊക്കെയാണ് പുറത്തു വരുന്നത്. വലിയ തോതിൽ കറുത്ത പുക വ്യാപിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. എത്ര പേർക്കാണ് യഥാർത്ഥത്തിൽ പരുക്കേറ്റത്? ഒട്ടേറെ പേർക്ക് പരുക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്. കൊല്ലപ്പെടാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം തുറമുഖത്ത് ഒട്ടേറെ ജീവനക്കാരുണ്ടായിരുന്നു എന്ന വിവരമൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാൻ സർക്കാർ. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ലാൽ കൃഷ്ണനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.